പ്രേമലാലേട്ടാ, ട്രംപ് ഒരു ഇന്ത്യക്കാരൻ്റെ നിന്ന് 5 ലക്ഷം രൂപ പറ്റിച്ചുകൊണ്ട് പോയി. ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ ഈ ട്രംപിന്? അതായത് നമ്മളിപ്പോൾ ഈ ഫോൺ വിളിക്കാൻ നേരത്ത് ആരെങ്കിലും അത്യാവശ്യത്തിന് ഇപ്പോൾ ഒരു ആംബുലൻസിന് വിളിച്ചാൽ പോലും ആദ്യം ഒരു അലർട്ട് വരും. മറ്റേ വിർച്വൽ അറസ്റ്റ്, സൈബർ കുറ്റവാളികളാകാൻ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ പറയും. പക്ഷേ കർണാടകയിലുള്ള ഒരു അഡ്വക്കേറ്റ്, 38 വയസ്സുള്ള അഡ്വക്കേറ്റ്, നിയമമൊക്കെ അറിയാം, മറ്റു കാര്യങ്ങൾ ഇതേപോലുള്ള കേസുകളൊക്കെ ചിലപ്പോൾ അദ്ദേഹം മുമ്പ് കൈകാര്യം ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഈ ചങ്ങാതി ഇതൊന്നും ഓർക്കാണ്ട് ഇതിന് പോയി തലവെച്ചു. അതായത് നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് ഈ പ്രസിഡന്റ് ആകുന്ന രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നതിന് മുൻപും ഇപ്പോഴും ഒരുപാട് ബിസിനസ് സംരംഭങ്ങളുണ്ട് അമേരിക്കയിൽ. അപ്പോൾ അതേപോലെ ട്രംപിൻ്റെ ഹോട്ടൽ റെൻ്റൽ ബിസിനസ്, അതായത് ഹോട്ടൽ വാടകയ്ക്ക് കൊടുക്കുക, അതിൽ നിന്ന് ലാഭവിഹിതം കിട്ടും, അപ്പോൾ അതിലോട്ട് പണം നിക്ഷേപിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളെ ഒരാൾ സമീപിച്ച രസമാണ്. ഇയാൾ അങ്ങോട്ട് ചെന്ന് വീണ് കൊടുത്തതാണ്. യൂട്യൂബിലൊരു വീഡിയോ വന്നു, ഇതേപോലെ ട്രംപിൻ്റെ ഹോട്ടൽ റെൻ്റൽ ബിസിനസ്സിലേക്ക് പണം മുടക്കൂ, അങ്ങനെയാണെങ്കിൽ ആകർഷകമായ നിക്ഷേപ റിട്ടേണൊക്കെ കിട്ടും, നല്ല ലാഭമൊക്കെ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഈ ട്രംപ് തന്നെയാണ് ഈ ഇരുന്ന് പറയുന്നതേ. ഒന്ന് ആലോചിക്കണം, ഈ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇങ്ങനെയൊക്കെ ഇരുന്ന് പറയുമോ? ഇപ്പോഴാണ് മനസ്സിലായത് AI ആയിരുന്നു. ട്രംപിന് AI വെച്ച് വീഡിയോ ചിത്രീകരിച്ചിട്ട് എൻ്റെ ഹോട്ടൽ ബിസിനസ്സിലേക്ക് പണം മുടക്കും, ഞാൻ നല്ല റിട്ടേൺ തരാം, ദിവസം 3% ഓഫർ ചെയ്ത്. അങ്ങനെയാണെങ്കിൽ താഴെ നമ്മുടെ യൂട്യൂബ് ചാനലുകളിൽ സാധാരണ താഴെ ലിങ്ക് ഉണ്ട് എന്ന് പറയുമല്ലോ, അതേപോലെ താഴെ ലിങ്ക് ഉണ്ട്, ഇതിൽ കയറിക്കൊള്ളാൻ പറഞ്ഞു ട്രംപ്. അങ്ങനെ ഈ ചങ്ങാതി ഈ ലിങ്ക് വഴി അങ്ങ് കയറി ഏതോ ഒരു ആപ്പിൽ ചെന്ന് കയറി കൊടുത്തു. ആ ആപ്പിൽ ചെന്ന് കയറുമ്പോൾ ഫുൾ ഡീറ്റെയിൽസ് അതിൽ ഫില്ല് ചെയ്യണം, പേര്, അഡ്രസ്സ്, അത് ഇത് ചപ്പ് ചവറ് എല്ലാം ഫില്ല് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ അവർ ബാങ്ക് അക്കൗണ്ടും അതിൻ്റെ IFSC കോഡും കൂടി ചോദിച്ചത് ആ പുള്ളി ഓർത്തില്ല. അതും കൂടി നൈസായിട്ട് അങ്ങ് എഴുതി കൊടുത്തു. അങ്ങനെ ആദ്യം ഇയാൾ കുറച്ച് തുക 1500 സംതിങ്ങോ അങ്ങോട്ടേ കൊടുത്തുള്ളൂ. അതിന് 3% കൃത്യമായി പലിശയും കിട്ടി. അപ്പോൾ പുള്ളിക്ക് ആവേശമായി. അപ്പോൾ കുറച്ചുകൂടി പൈസ കൊടുത്തു, കുറച്ചുകൂടി റിട്ടേൺ കിട്ടി. അങ്ങനെ കൊടുത്ത് ഏകദേശം 5,93,240 രൂപ കൊടുത്തപ്പോൾ പിന്നെ അനക്കമില്ല. അത്രയും പൈസ കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ റിട്ടേണും ഇല്ല, ആളും ഇല്ല, ട്രംപും ഇല്ല. അപ്പോൾ ഈ ചങ്ങാതി നേരെ കർണാടകയിലെ ഹവേരി സെൻട്രൽ ക്രൈം പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞ 6-ാം തീയതിയാണ് ഇത് സംബന്ധിച്ചൊരു പരാതി ഫയൽ ചെയ്തത്. അപ്പോൾ പരാതി പരിശോധിച്ച് പോലീസിന് കാര്യം പിടികിട്ടി. അതായത് ഒറ്റ നോട്ടത്തിൽ നമുക്കാണെങ്കിലും സാമാന്യ ബുദ്ധിയിൽ ചിന്തിക്കാവുന്ന കാര്യമാണ്, ഈ ട്രംപൊക്കെ ഇമാതിരി വീഡിയോ ഒക്കെ ചെയ്യുമോ, പ്രത്യേകിച്ച് പ്രസിഡന്റ് പദവിയിൽ ഇരിക്കുമ്പോൾ. അപ്പോൾ ഇയാൾക്ക് പരിശോധിച്ചപ്പോൾ വീഡിയോ ഒക്കെ കണ്ടപ്പോൾ പോലീസുകാർക്ക് കാര്യം പിടികിട്ടി, ഇത് AI വീഡിയോ ആണെന്നും ഈ ഒരു ലിങ്ക് കൊടുത്തിരുന്നത് അത് ട്രംപിൻ്റെ സൈറ്റിൻ്റെയോ അല്ലെങ്കിൽ ട്രംപ് ഉണ്ടാക്കിയ ആപ്പിൻ്റെയോ ലിങ്ക് അല്ല, ഏതോ വ്യാജ ആപ്പാണ്, അതുവഴി അതിൻ്റെ ലിങ്കാണ് കൊടുത്തിരുന്നതെന്നും പോലീസിന് മനസ്സിലായി. ഏതാണ്ട് 1,1,5 ലക്ഷം രൂപ ഇയാൾക്ക് റിട്ടേണായി കിട്ടിയിരുന്നു. ഈ ഇത്രയും നേരത്തെ പല ഇടപാട് നടത്തി 1,50,000 റിട്ടേണായിട്ട് കിട്ടി. അതങ്ങ് ഫ്രീസുമായി. ഇപ്പോൾ ഈ അന്വേഷണം നടത്താണ്ട് അത് വിട്ടുകൊടുക്കില്ല. അപ്പോൾ അതായത് 5 ലക്ഷം രൂപ കയ്യിൽ നിന്ന് പോവുകയും ചെയ്തു, തിരിച്ച് കിട്ടിയ 1,5 ലക്ഷം രൂപ ഇപ്പോൾ അക്കൗണ്ടിൽ ഫ്രീസും ആയിട്ടുണ്ട്. നിലവിലിപ്പോൾ IT ആക്ട് 318 (4), അതായത് ആ പ്രകാരമാണ് ഇപ്പോൾ കേസ് എടുത്തേക്കുന്നത്. ചീറ്റിംഗ്, പണ അപഹരണം, പറ്റിക്കൽ, ആ വകുപ്പൊക്കെ പ്രകാരമാണ് ഇപ്പോൾ കേസ് എടുത്തേക്കുന്നത്. ചിലപ്പോൾ കറങ്ങി തിരിഞ്ഞ് നമ്മുടെ ഇന്ത്യയിൽ തന്നെയുള്ള ഏതെങ്കിലും മുക്കിലോ മൂലയിലോ ഈ ട്രംപ് ഇപ്പോൾ ഇരിപ്പുണ്ടാവും. അല്ലെങ്കിൽ സാധാരണ നമ്മളിപ്പോൾ പത്രങ്ങളിൽ വായിക്കുമല്ലോ, ഏതെങ്കിലും നൈജീരിയൻ സ്വദേശികളോ, അവരൊക്കെ ഇതിൽ വളരെ വിദഗ്ധന്മാരാണ്. അതെ, ഈ വെർച്വൽ അറസ്റ്റ്, ഈ സൈബർ പിന്നെ ഇതുപോലെ തട്ടിപ്പെന്നൊക്കെ പറയുന്നത് ഇപ്പോൾ സാധാരണക്കാർ, നമ്മൾ പോലും ഒരു കോള് വന്നാൽ സാധാരണ ഈ ജങ്ക് കോൾ എന്നൊക്കെ പറഞ്ഞ് വന്നാൽ നമ്മളത് എടുക്കാറ്, ഇനി എടുത്തു കഴിഞ്ഞാൽ അവന്മാരെല്ലാം ഹാക്ക് ചെയ്ത് കൊണ്ടുപോകും എന്നുള്ള പേടിയിൽ അത് എടുക്കാറ് പോലും ഇല്ല എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഈ ഏതെങ്കിലും സൈറ്റിൽ കയറുമ്പോൾ തന്നെ നമ്മൾ ഈ പിന്നെ ഞാനൊക്കെ പൊതുവേ ഈ അക്കൗണ്ട് നമ്പർ, IFSC കോഡും ഒക്കെ ഏതെങ്കിലും സൈറ്റിൽ കയറുമ്പോൾ ചോദിച്ചാൽ പോലും ഈ ആപ്പൊക്കെ, ലോൺ ആപ്പൊക്കെ ഉണ്ടല്ലോ, പൊതുവേ ഈ ലോൺ ആപ്പിനോടൊക്കെ എനിക്ക് ഭയങ്കര പേടിയാണ്. പല ആത്മഹത്യകളും ഒക്കെ നടന്നിട്ടുണ്ട്. അവസാനപ്പെടുത്തിയത് ഈ ലോൺ ആപ്പാണ്. ഏകദേശം 25 ലക്ഷം രൂപയോളം അവൻ എടുത്തു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇവർ ഈ കോണ്ടാക്ട്സ്, നമ്മുടെ പിന്നെ സുഹൃത്തുക്കളുടെ കോണ്ടാക്ട്സ് വാങ്ങിയിട്ട് അവർക്ക് അവരുടെ നമ്മുടെ കോണ്ടാക്ട്സ് അവരെടുത്തിട്ട് നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ നമ്മുടെ ഫോട്ടോയും തലയൊക്കെ വെട്ടി വൃത്തിയായിട്ട് രീതിയിലാക്കിയൊക്കെ അയച്ചു കൊടുത്ത് നമ്മളെ ഭീഷണിപ്പെടുത്തും. അങ്ങനെ എത്രയോ ആളുകൾ ആത്മഹത്യ ചെയ്തു, കുടുംബത്തോടെയൊക്കെ മരിച്ചവരൊക്കെ ഉണ്ട്. അപ്പോൾ
ഇപ്പൊ ആളുകൾക്ക് കുറെ മാറി. കൊച്ചു പിള്ളേർക്ക് വരെ അറിയാം. 10-12 വയസ്സായ മൊബൈൽ ഉപയോഗിക്കുന്ന 15 വയസ്സൊക്കെ ആയ പെൺപിള്ളേർക്കും ആൺപിള്ളേർക്കും വരെ അറിയാം ഇതൊക്കെ തട്ടിപ്പാണ്. വിളിക്കുമ്പം തന്നെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതൊരു വക്കീലിന് ഈ വന്നിരിക്കുന്നത് ട്രംപ് ആണെന്നും കുറുന്തോട്ടിക്ക് വാദം എന്നൊക്കെ പറയുന്നത്. അതെ, ട്രംപ് അമേരിക്ക ഭരിക്കാനേ ട്രംപിന് സമയമില്ല. നടക്കുന്ന ട്രംപ് യൂട്യൂബിൽ വന്നിരുന്ന് അവകാശവാദം ഉന്നയിക്കാനൊക്കെ നടക്കുമ്പോഴേക്കും നേരമുണ്ട്. അതൊക്കെ സമയമുണ്ട്. എങ്കിലും ഇങ്ങനെയൊക്കെ നമ്മൾ ആരെങ്കിലും ഇപ്പൊ നാളെ ഒരു സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി വന്നിരുന്നിട്ട് നിങ്ങൾ എന്റെ അക്കൗണ്ടിൽ 10 ലക്ഷം രൂപ ഇടുമെന്ന് പറയുമ്പോൾ ഇതുപോലുള്ള പൊട്ടന്മാരൊക്കെ കൊണ്ടുപോയി ഇല്ലാത്തവരിടൂല, വഴിക്കേ പോകൂല. അതായത് ഈ മേലനങ്ങാതെ കാശുണ്ടാക്കാനുള്ള വഴി അന്വേഷിച്ചിരിക്കുന്ന കുറെ അധികം പേരുണ്ട്. അതെ അതെ, വിയർപ്പിന്റെ അസുഖമുള്ളവർ. അവർക്ക് ഇത്തരം പെട്ടെന്ന് പൈസ കിട്ടുമെന്ന് കാണുമ്പോൾ കണ്ണങ്ങ് മഞ്ഞളിച്ചു പോകും. അങ്ങനെ ചെന്ന് ചാടി കൊടുക്കുന്ന ഇതൊക്കെ. അതെ, ഇപ്പൊ ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത്. നമ്മുടെ പ്രശ്നേഷിന്റെ കാര്യം പറഞ്ഞ് ഇപ്പൊ യൂട്യൂബിൽ മുഴുവൻ പ്രശ്നേഷിനെ പിന്നെ കളിയാക്കിക്കൊണ്ടുള്ള വീഡിയോസാണ്. എന്ന് ഫോർച്യൂണർ എടുക്കാനായിട്ട് കാണിച്ച അമ്മയും മക്കളും കൂടെ കാണിച്ച നാടകങ്ങളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും അതിനെ വിമർശിച്ചുകൊണ്ടൊക്കെ വീഡിയോ ചെയ്യുന്നത്. അതായത് ഒരു വീഡിയോ ഇട്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞാൽ യൂട്യൂബ് പൈസ കൊടുക്കും. അതുവഴി പിന്നെ കാർ എടുക്കാം, വീട് വയ്ക്കാം. പിന്നെ നമ്മൾ പിന്നെ നമ്മളൊക്കെ ഒന്ന് ഒരു യാത്ര, ഒരു ടൂറ് പോകണമെന്നാ നമ്മളൊക്കെ ഒന്ന് ആലോചിച്ചാൽ നമ്മളൊക്കെ ആദ്യം അതിൻ്റെ കാൽക്കുലേഷൻ ചെയ്യും. പോകുന്ന സമയത്ത് ചിലവ് 10-20,000 രൂപ, അതിനേക്കാൾ മിണ്ടാതിരിക്കുന്നതല്ലേ നല്ലതെന്ന് വിചാരിച്ച് ഞാനൊക്കെ പല യാത്രകളും അങ്ങനെ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്, പൈസ ഇല്ലാത്തതിൻ്റെ കാരണത്താൽ. നമ്മളൊക്കെ അങ്ങനെ ഈ ഓരോ രൂപയും നുള്ളിപ്പറക്കി വെച്ച് ഇങ്ങനെ ജീവിക്കുന്നവരാണ്. അങ്ങനെയുള്ളവരെയൊന്നും പറ്റിക്കാൻ കഴിയില്ല എന്നുള്ളത്. ഈ ഓവർ ബുദ്ധിയുള്ളവരെ, ഓവർ പിന്നെ വിവരവും എനിക്കെല്ലാം അറിയാം, ഈ നിയമമൊക്കെ അരച്ച് കലക്കി കുടിച്ച് എന്നെ ആർക്കും പറ്റിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിരിക്കുന്നവരെയാണ്. കൊച്ചിയിലോ മറ്റോ ഏതോ റിട്ടയർഡ് ബാങ്ക് ഉദ്യോഗസ്ഥൻ ഇതേപോലെ വിർച്വൽ അറസ്റ്റ് ചെയ്ത് പൈസ പോയിട്ടുണ്ട്. പിന്നെ അങ്ങനെ നിരവധി പേർക്ക് അങ്ങനെ പൈസ പോയിട്ടുണ്ട്. ചിലവര് ബുദ്ധിപൂർവ്വം പിടിച്ചിട്ടുമുണ്ട്. നിരണം മുൻ ഭദ്രാസനാധിപൻ, ഇപ്പം ഭദ്രാസനാധിപനാണ്, ഗീവർഗീസ് മാർ കൂർലോസ്. അദ്ദേഹത്തിനും ഇതേപോലെ വിർച്വൽ അറസ്റ്റ് നടത്തി കുറെ പൈസ പോയിട്ടുണ്ട്. എന്താണ് ഇവര് എത്ര കിട്ടിയാലും അല്ല, നമ്മള് ചിന്തിക്കുന്ന നമ്മുടെ പൊതുസമൂഹത്തിൽ നല്ല രീതിയിൽ നല്ല പ്രൊഫഷനും നല്ല കരിയറും ഒക്കെ ഉള്ള പലരും ഇതിൽ പെട്ടുപോകുന്നത് കാണുമ്പോഴാണ് നമുക്ക് അത്ഭുതം വരുന്നത്. തീർച്ചയായിട്ടും നമുക്ക് പറയാനുള്ളത്, ഇത്തരം ആളുകൾ വിളിക്കുമ്പോൾ അതിന്റെ അല്ലെങ്കിൽ ഇത്തരം വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾ അതിന്റെ ആധികാരികത മനസ്സിലാക്കുക. ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്താൽ ഇത് കൃത്യമാണോ ഇതാണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് സൗജന്യമായി പണം തരാൻ ആരും ഇല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ഇത് നമ്മൾ എന്തെങ്കിലും കൊടുത്ത് നമുക്ക് അതിന് കൊടുത്തതിന് 3 ഇരട്ടി 4 ഇരട്ടിയൊക്കെ തിരിച്ചു തരുമെന്ന് പറയുമ്പോൾ തന്നെ അതിലെന്തോ ഒരു കുഴപ്പമുണ്ട് എന്നുള്ള പ്രാഥമികമായൊരു ചിന്ത ഉണ്ടാകണം. പിന്നെ അത്തരം കാര്യങ്ങൾ ഇടപെടുമ്പോൾ നല്ല ജാഗ്രതയും വേണം. പറ്റുമെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ വൈദഗ്ധ്യമുള്ള ആരുടെയെങ്കിലും ഒരു ഉപദേശം തേടുന്നത് നന്നായിരിക്കും. അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ ട്രംപൊക്കെ വന്നിരുന്ന് പറയുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊന്ന് ചിന്തിക്കാവുന്ന വിവരമില്ലേ? ട്രംപൊക്കെ വന്ന് യൂട്യൂബിൽ വന്നിരുന്ന് എൻ്റെ ഹോട്ടലിലേക്ക് നിങ്ങൾ പൈസ പിന്നെ ഷെയർ ഇടൂ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ ഫേസ്ബുക്ക് ഫ്രണ്ട്സ് ലിസ്റ്റുള്ള ആരെങ്കിലും ഈ പൈസ കടം ചോദിച്ച് മെസ്സേജ് ചെയ്യാറുണ്ട്? ഒരു പ്രാവശ്യം അങ്ങനെ വന്നു. ന്യൂസ് 8-ൽ എൻ്റെ ഒരു ബ്രദറെ പോലുള്ള ഒരു ചേട്ടൻ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനും പുള്ളി നമ്മൾ നല്ല സൗഹൃദമാണ്, വർഷങ്ങളായിട്ടുള്ള സൗഹൃദമാണ് ഞങ്ങൾ തമ്മിൽ. അപ്പോൾ എനിക്കൊരിക്കൽ മെസ്സേജ് പുള്ളി അയച്ചു മെസ്സഞ്ചറിൽ, എനിക്കൊരു 10,000 രൂപ കടം വേണം, അപ്പോൾ നീ ഒന്ന് ഇപ്പം തന്നെ ഇട്ട് തരണം, എനിക്ക് കൊച്ചു ഹോസ്പിറ്റലിലാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ ഈ പുള്ളി എൻ്റെ അടുത്ത് ഇന്ന് വരെ ഒരു ചായ കുടിച്ചാൽ ഞാൻ പൈസ കൊടുത്താൽ തന്നെ പുള്ളി ആ സെക്കൻഡ് എനിക്ക് ആ പൈസ തിരിച്ചിട്ട് തരുന്ന ആളാണ്. അങ്ങനെ ഒരു മനുഷ്യൻ 10,000 രൂപ എന്നെ വിളിച്ച് ചോദിക്കുമെന്ന് എനിക്ക് ഒരു തരത്തിലുള്ള ഇതുണ്ടായില്ല. ഞാൻ അപ്പം തന്നെ അദ്ദേഹത്തെ നേരിട്ട് വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, ചേട്ടാ ഇങ്ങനെ എനിക്ക് എന്തെങ്കിലും അത്യാവശ്യമാണ്, കൊച്ചിന് എന്താ പറ്റുക, അപ്പം എന്തുവാടിയെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഇങ്ങനെ എനിക്കൊരു മെസ്സേജ്, നിനക്കും വന്നു. അപ്പൊ 15ാമത്തെ ആളാ നീ. എന്നോട് നീ പൈസ എന്തെങ്കിലും ഇട്ടായിരുന്നു? അപ്പൊ എന്നോട് ചേട്ടൻ ഇന്ന് വരെ അങ്ങനത്തെ, നമ്മൾ തമ്മിൽ ചായ കുടിക്കാൻ പോയപ്പോലും ഞാൻ പൈസ കൊടുത്താൽ ഉടൻ തന്നെ എൻ്റെ അക്കൗണ്ടിൽ ആ പൈസ ഇട്ടിരുന്ന ആളാണ്. ഒരു 10 രൂപ പോലും നിങ്ങൾ എന്നോട് ഈ പൈസ ചോദിച്ചു വന്നു കഴിഞ്ഞാൽ എനിക്ക് വിശ്വാസം വന്നില്ല, അതുകൊണ്ടാണ് വിളിച്ചതെന്ന് പറഞ്ഞു. എൻ്റെ ഒരു അനുഭവത്തില് ഇതേപോലെ ഒരാൾ ഇങ്ങനെ ചോദിച്ചു. പക്ഷേ ഒരു പ്രാകൃതമായ ഇംഗ്ലീഷിലാണ്, നമ്മൾ മലയാളിയാണ് സംസാരിക്കുന്നത്, എന്നിട്ട് ഒരു പ്രാകൃതമായ ഇംഗ്ലീഷ്, മുറി ഇംഗ്ലീഷ് എന്നൊക്കെ പറയാം, അതിലാണ് സംസാരിക്കുക. അവസാനം ഞാൻ എൻ്റെ നമ്പർ കൊടുത്തിട്ട് എന്നെ വിളിക്കാൻ പറഞ്ഞപ്പോൾ പുള്ളി കണ്ടം വഴി ഓടി. ഇതും അങ്ങനെ. എന്നിട്ട് ഞാൻ അപ്പോൾ പുള്ളി പറഞ്ഞു ശരി പൈസ ഇടാം, ഗൂഗിൾ പേ നമ്പർ ചോദിക്കാൻ പറഞ്ഞു.
അപ്പം ഞാൻ ഗൂഗിൾ പേ നമ്പർ ചോദിച്ചപ്പോൾ എനിക്കൊരു നമ്പർ അയച്ചു തന്നു. ഞാനത് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഒരു സ്ത്രീയുടെ നമ്പറാണ്. അപ്പം ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, പിന്നെ ഈ സംസാരിക്കുന്ന ആളിപ്പോൾ എൻ്റെ അടുത്തുണ്ട്, ഞാൻ നേരിട്ടങ്ങ് പൈസ കൊടുത്താൽ പോരെ എന്ന് ചോദിച്ചു. പിന്നെ അത് കാണാനില്ല, പിന്നെ ബ്ലോക്കായി, പിന്നെ അത് കാണാനില്ല. ഏതായാലും ഇത്തരം തട്ടിപ്പുകൾ നമ്മുടെ മുമ്പിലും നമ്മുടെ ചുറ്റുപാടും അതെ, നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധാലുക്കളായാൽ മതി. പ്രേംലാൽ ചേട്ടൻ പറഞ്ഞ ഒരു കാര്യം വളരെ കൃത്യമാണ്, ഇത് പ്രേക്ഷകർ മനസ്സിലാക്കുക. ആരും ഫ്രീ ആയി നമുക്ക് 5 പൈസ തരില്ല. നമ്മൾ കഷ്ടപ്പെട്ടാലും നമുക്ക് ജീവിക്കാൻ കഴിയൂ. നമ്മൾ അധ്വാനിക്കുന്ന പൈസയാണ് എപ്പോഴും നിലനിൽക്കുന്നത്, അത് മനസ്സിലാക്കുക. വെറുതെ കിട്ടുന്ന 1 രൂപയും നമ്മുടെ കയ്യിൽ നിലനിൽക്കില്ല. ഒരു അഡ്വക്കേറ്റിന് 6 ലക്ഷം രൂപയെ കൂടുതലാണ് പോയിരിക്കുന്നത്. അപ്പൊ ഇത് മാത്രം മനസ്സിലാലോചിച്ച് മുന്നോട്ട് പോയാൽ മതി.